Hello guys, so welcome back to our channel Mr. and Mrs. Telu Vlogs. So ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കേവ് കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്, ആൻഡലൂസിയയിൽ നെർഹയിൽ സ്ഥിതി ചെയ്യുന്ന ക്യുവ ദെ നെർഹ എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലൈം സ്റ്റോൺ കേവാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. സോ നെർഹ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. കാണാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രകൃതിനെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ. അവിടെ കുറേ അധികം കാണാനുണ്ട്. പള്ളികളുണ്ട്, പിന്നെ അവിടെ ഒരു ബാൽക്കൺ ദെ യൂറോപ്പ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് സൈഡ് പോലുള്ള ഒരു റീജിയൻ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്യുവ ദെ നെർഹ എന്ന് പറയുന്ന ലൈം സ്റ്റോൺ കേവാണ്. സോ ഈ കേവിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1959 സാഹസികതയെ സ്നേഹിച്ച 5 യുവാക്കളാണ് ഇത് യാദൃശികമായിട്ട് ഈ കേവ് കണ്ടുപിടിച്ചത്. സോ ഈ കേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ പുറത്തുള്ള ചൂടും വെളിച്ചവും കാര്യങ്ങളൊക്കെ മറഞ്ഞ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റും വേറൊരു എക്സ്പീരിയൻസ്, അതായത് കുറേ ഇങ്ങനെ തിളങ്ങുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റുന്ന കുറേ സ്ട്രക്ചേഴ്സാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. മേലയിൽ നിന്നും താഴെയിൽ നിന്നൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. യെസ്, അങ്ങനെ നമ്മളിവിടെ ക്യുവ ദെ നെർഹയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ടിക്കറ്റ്സ് ഇവിടെ പ്രീ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവിടെയും പറഞ്ഞ പോലെ ഭയങ്കര തിരക്കുള്ള ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. കാരണം നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ലൈം സ്റ്റോൺ കേവ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സോ നമ്മൾ അങ്ങനെ മെല്ലെ ഈ കേവിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോവാൻ വേണ്ടി തുടങ്ങുകയാണ്. യെസ്, മെല്ലെ 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 നമ്മളിങ്ങനെ പോവാണ്. സോ ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. യെസ്, അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ചില രൂപങ്ങൾ നമ്മുടെ മനുഷ്യന്മാരുടെ പോലെ, അതായത് പ്രാചീന മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ പോലെയൊക്കെ നമുക്കിങ്ങനെ തോന്നും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഷേപ്സ് നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാണുന്ന പല സ്ട്രക്ചറുകളും കാണുന്നത്. സോ ഈ ക്യുവ ദെ നെർഹയുടെ ഉള്ളിൽ തന്നെ വലിയ ഹാളുകളുണ്ട്. സോ അവയിൽ ചില ഹാളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തീഡ്രൽ പോലെ ഭയങ്കര വലിപ്പമുള്ള ഹാളുകളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ചില ചെറിയ രീതിയിലുള്ള സംഗീത പരിപാടികൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലെ ആ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ തുള്ളി വെള്ളവും 100 കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. സോ ഇത് ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര അതായത് നമുക്ക് മിസ്റ്റേക്കലി 2-3 ചെറുപ്പക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ലൈം സ്റ്റോൺ കേവാണിത്. സോ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ വേറിട്ടൊരു അനുഭവമാണ് നമുക്ക് തോന്നുക. സോ പുറത്തുള്ള പ്രകാശവും ശബ്ദവും ഇതെല്ലാം ദൂരെ പോയിട്ട് ശാന്തതയും തണുപ്പും ഉള്ള ഒരു അന്തരീക്ഷം നമുക്കിവിടെ ബിൽഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഗുഹയുടെ ചില ഭാഗങ്ങളിൽ നമ്മുടെ ഓൾഡ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ചില ചിത്രങ്ങൾ അവിടെ കണ്ടു കിട്ടാറുണ്ട്. സോ ഈ ചിത്രങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മനുഷ്യരിവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് റിമൈനിങ്സ് ആണ് അവിടെ അവരതിനെ കാണിക്കുന്നത്. സോ ഭയങ്കര ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുത റീജിയൻ എന്ന് നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും. സോ ഇവിടെ കാണുന്ന ചില രൂപങ്ങൾ മനുഷ്യൻ്റെ രൂപങ്ങൾ പോലെ തോന്നും നമുക്ക്. ചിലത് നമുക്ക് മൃഗങ്ങളെ ഓർമ്മിപ്പിക്കും. സോ ഈ സ്വാഭാവികതയുള്ള ഈ കലാസൃഷ്ടികൾ എന്ന് പറയുന്നത് ഓരോ സന്ദർശകരെയും ഭയങ്കര അധികമായിട്ട് അമേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു വല്ലാത്തൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഓരോ സ്ട്രക്ചേഴ്സ് കാണുമ്പോഴും നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെയായിരിക്കാം ഫോം ചെയ്തത്. കാരണം എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ള കൃത്യമായിട്ടൊരിതില്ല. പക്ഷേ പണ്ടത്തെ മനുഷ്യർ
ഇവിടെ താമസിച്ചിരുന്നു. പണ്ടെന്ന് പറയുന്നത് 1959 കണ്ടുപിടിച്ച ഒരു സ്ട്രക്ചറാണിത്. സോ നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ഗുഹ എന്ന് പറയുന്നത്. സോ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു കുറവുണ്ട് നമുക്ക്. പക്ഷെ എന്നാൽ കൂടി ഒരു അത്ഭുതമായിരുന്നു ഇത്. കാരണം ഇഷ്ടം പോലെ ചെറുപ്പക്കാരാണെങ്കിലും വയസ്സായവരാണെങ്കിലും എല്ലാവരും ഇത് വിസിറ്റ് ചെയ്യാനും ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഒരു 1 ഡേ ട്രിപ്പിൽ നിങ്ങൾ നെർഹയിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാവ ദെ നെർഹ, ബാൽക്കോൺ ദെ യൂറോപ്പ, അതുപോലെ ഇഗ്ലേസിയ എൽ സാൽവദേർ എന്ന് പറയുന്ന പള്ളി, അവിടുത്തെ ആ സ്ട്രീറ്റ്സ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തൊരു പെർഫെക്റ്റ് 1 ഡേ ഐറ്റിനറി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ആൻഡലൂസിയയിലെ കുറേ അധികം നഗരങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രനാദ, അതുപോലെ നെർഹ, മാലാഗ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിൽ ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസും പെക്യുലാരിറ്റീസും ഫുഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ മറക്കാതെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ എന്തായാലും ഓർമ്മിക്കണം. ഈ ഒരു ഏരിയയിലോട്ട്, ഈ റീജിയൻ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്ത് ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാർവിങ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. യെസ് ഗൈസ്, സോ ഇത് നമ്മുടെ 3rd വീഡിയോ ആണ്. സോ നമ്മൾ ഇനി ഇതുപോലത്തെ മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ നമ്മളൊരു പുതിയ ചാനലാണ്. നമ്മുടെ ഓൾഡ് ചാനലിൽ ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ട് അത് റിമൂവ് ആയിട്ടുണ്ട്. സോ ഈ ചാനൽ എന്തായാലും മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻസ് വഴി നമുക്ക് പറയണം. നമ്മളെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നമ്മളെ അറിയിക്കണം. സോ നമ്മൾ മോർ വീഡിയോസുമായിട്ട് ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ട്രാവൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.